ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പപ്പയ്ക്കയും അതുപോലെ തന്നെ ഉണക്കമീനും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കറി റെസിപ്പിയാണ്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ പപ്പയ്ക്കയും ഉണക്കമീനും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് അധികം മുറ്റിപ്പോകാത്ത രീതിയിലുള്ള ഒരു പപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഞുറുക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരം ഒരു കൈപ്പിടിയോളം കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താലും മതി. അതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് ഈ ഒരു കറിക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളി എൻ്റെ കയ്യിൽ തീർന്നു പോയത് കൊണ്ട് സവാള വെച്ചിട്ടാണ് ഈ ഒരു കറി ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ സവാള ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കനത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടിട്ടുള്ളത്. തീരെ നൈസായിട്ടൊന്നും അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു തക്കാളി കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മുളകില്ല എന്നുണ്ടെങ്കിൽ സാദാ മുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് മണമുള്ള ടൈപ്സ് മുളകാണ്. പാൽമുളകെന്ന് പറയും നമ്മുടെയൊക്കെ നാട്ടിൽ. ആ ഒരു മുളക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഇട്ട് കൊടുക്കണം. കറിക്കൊരു പൊളി ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പയ്ക്കയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഉണക്കമീൻ നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ ഞാനൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. പിന്നെ അതിനുശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പപ്പയ്ക്കയും തക്കാളിയും സവാളയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കമീനാണ്. ആ ഉണക്കമീനും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടിക്കൂട്ടുകളുടെ അളവൊന്നും ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം പപ്പയ്ക്കയും കരുവാടും ഒക്കെ എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് വേണം ഈ പൊടിക്കൂട്ടുകളുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമീനിൽ ഉപ്പ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കറിക്ക് ഉപ്പ് കൂടിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയും 4 കുഞ്ഞുള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരപ്പുകൂട്ട് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പപ്പയ്ക്കയും ഉണക്കമീനൊക്കെ എങ്ങനെയായി കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഈ സമയത്ത് ഞാനൊന്ന് ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ചട്ടി തീരെ ചെറുതായിപ്പോയി. അപ്പോൾ നമുക്ക് അരപ്പുകൂട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ചട്ടിക്കകത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് വേറൊരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ മാറ്റി കൊടുത്തിട്ട് നമ്മുടെ പപ്പയ്ക്കയും ഉണക്കമീനൊക്കെ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടപ്പ് തുറന്നപ്പോൾ തന്നെ ഒരു സൂപ്പർ മണമാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചണിൻ്റെ അകത്തൊക്കെ വരുന്നത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉണക്കമീൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഉണക്കമീന് ഉപ്പുറവ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മളെ കറിയൊക്കെ റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ കറിക്ക് ഉപ്പ് ടേസ്റ്റ് കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത്.
പിന്നെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആ ഒരു സമയത്ത് അല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പപ്പയ്ക്ക കൊണ്ടുള്ള ഉണക്കമീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചൂട് ചോറിനോടൊപ്പം ഇത് മാത്രം മതി കേട്ടോ കൂട്ടി കഴിക്കാനായിട്ട്. ചോറിനോടൊപ്പം മാത്രമല്ല കേട്ടോ, ചൂട് കഞ്ഞിക്കൊപ്പമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പൊളി ടേസ്റ്റാണ്. ഇതാ നല്ലതുപോലെ വറ്റി എണ്ണയൊക്കെ ഒന്ന് മുകളിൽ ഒന്ന് തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചൂട് ചോറിനോടൊപ്പം കുറച്ചതൊന്ന് കോരി ഒഴിച്ചിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കറിക്കൂട്ടെന്ന് പറയുന്നത് മുത്തശ്ശിമാരുടെയൊക്കെ കറിക്കൂട്ടാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കറിക്കൂട്ടുകൾക്ക് എപ്പോഴും പൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കറിക്കൂട്ടുകൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.